ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 37 ആണ്. മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എൻ്റെ വാള് ചുവന്ന കളറാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാത്തിനെയും ഞാൻ നശിപ്പിച്ചു എന്നായിരുന്നു. അന്നേരം തന്നെയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ഇരുട്ട് കയറാൻ തുടങ്ങിയത്. മൂസാനെ കൊല്ലാൻ ഞാൻ എല്ലാ തരത്തിലും തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിലെ ഓക്സിജൻ്റെ അളവ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ്. അപ്പം ഞാൻ നമ്മുടെ സനമി ഒബനായിനെ വിളിക്കുന്നുണ്ട്. കാരണം നമ്മുടെ മൂസാൻ്റെ കൈ ഒബനായിനെ കൊല്ലാൻ വേണ്ടി അവൻ്റെ പുറകെ പോകുന്നുണ്ട്. ഞാനെങ്ങനെ ഇവിടെ മരിച്ചു വീണാൽ എല്ലാവർക്കും അതൊരു ബാധ്യത മാത്രമായിരിക്കും. നമ്മുടെ ഒബനായിനെ രക്ഷിക്കാൻ വേണ്ടി ഗിയു വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മൂസാൻ്റെ അറ്റാക്ക് അവിടെ ലാൻഡ് ആവുകയാണ്. പക്ഷേ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒബനായിൻ അവിടെ കാണുന്നില്ല. നോക്കുമ്പോൾ ഒബനായി മുകളിൽ പറന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മൂസനെ മനസ്സിലായിട്ടുണ്ട് ഇവൻ എൻ്റെ അറ്റാക്കിനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അവൻ എൻ്റെ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുമെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ മൂസാന്റെ ഒരു കൈ ആരോ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്താണ് എനിക്ക് പറ്റിയത്? മൂസ നേരെ ഒബനായിനെ നോക്കുന്നുണ്ട്. പക്ഷേ ഒബനായി അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് അവൻ്റെ ബോൾ കൊണ്ട് സംഭവിച്ചതല്ല. പിന്നെ സനമിയുടെ അറ്റാക്ക് എൻ്റെ അടുത്ത് എത്താൻ സാധ്യതയില്ല. പിന്നെ ഗിയു അവൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇവൻ എങ്ങനെ ഡോട്ട് ചെയ്ത് മാറിയെന്ന് എനിക്ക് അറിയാനും പറ്റുന്നില്ല. ഇതൊക്കെ മൂസ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ മൂസാന്റെ അടുത്ത കൈ മുറിഞ്ഞു പോവുകയാണ്. ശരിയാണ്, ഇത് പെർഫെക്റ്റ് ആയിട്ട് കട്ടാന കൊണ്ടല്ല മുറിഞ്ഞത്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു കട്ടാന കൊണ്ടാണ് മുറിഞ്ഞത്. ശരിയാണ്, അവർ ഇവിടെ എത്തിക്കഴിഞ്ഞു. എനിക്ക് പറയാൻ പക്ഷേ കാണാൻ സാധിക്കുന്നില്ല. അവർ ഒന്നല്ല, അവർ രണ്ടല്ല, അവർ 3 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് മൂസാൻ ഒരു ലോങ് റേഞ്ച് അറ്റാക്ക് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ അടുത്ത സൈഡിൽ നമ്മുടെ ഇനോസിക്കിനെ, നമ്മുടെ കനോവേനെ, നമ്മുടെ സെനിറ്റ്സുവിനെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കനോവ പറയുന്നുണ്ട്, ഇല്ല അവൻ നമ്മളെ കണ്ടുപിടിച്ചു. സെനിറ്റ്സു പറയുന്നുണ്ട്, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഗ്യോമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഇനോസിക്കെ പറയുന്നുണ്ട്, എടാ മണ്ട, ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേപ്പർ ഉണ്ട്, നിനക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത്രയും നേരം അറ്റാക്ക് ചെയ്തത്. ഇത് വളരെ പവർഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ഇത് ഇവർ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻവിസിബിൾ ആയിട്ട് മാറാൻ പറ്റും. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെയാണ് നേരെ മൂസൻ ഇനോസിക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരാൾ സർപ്പൻ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് മൂസന്റെ 2 കൈ വെട്ടിക്കളയുന്നുണ്ട്. ഇത് കണ്ട സനമി പറയുന്നുണ്ട്, വാള് ചുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂസാന്റെ ഹീലിംഗ് എബിലിറ്റി കുറയ്ക്കാൻ പറ്റും. അതെ, മൂസാന്റെ ഹീലിംഗ് എബിലിറ്റി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇനോസിക്കയും സെനിറ്റ്സും കനോവയും കൂടെ ആ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇൻവിസിബിൾ ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒബനായി അതിനനുസരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ മൂസാനെ വരെ താങ്ങാൻ പറ്റുന്നില്ല. അതെ, ആയുധങ്ങൾ പരസ്പരം ചുവത്ത് കഴിഞ്ഞാൽ അവനെ ഉറപ്പായിട്ട് നമുക്ക് കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്യോമെ അവന്റെ കൈ രണ്ടും ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവന്റെ വെപ്പൺസ് തമ്മിൽ തട്ടുന്നുണ്ട്. അത് രണ്ടും ചുവന്നു വരുന്നിട്ടുണ്ട്. അതെ, ചുട്ട ഇരുമ്പിന്റെ മണം എനിക്ക് അടിക്കുന്നു. ഇത് മതി അവന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്യോമെ അവന്റെ വെപ്പൺസ് കറക്കിയിട്ട് നമ്മുടെ മൂസാനെ നേരെ എറിയുന്നുണ്ട്. അത് നേരെ വന്നിട്ട് മൂസാന്റെ ഒരു ചെസ്റ്റിന്റെ വക ഇല്ലാതാക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സനമി ഓടിച്ചെന്നിട്ട് അവന്റെ വെപ്പൺസ് ഗിയുവിന്റെ വെപ്പണുമായി മുട്ടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവരുടെ 2 ആളുടെ വെപ്പൺ ചുവന്നു വരുന്നുണ്ട്. അപ്പൊ തന്നെ ഒരു ക്രോ വിളിച്ചു പറയുന്നുണ്ട്, ഇനി സൂര്യൻ ഉദിക്കാൻ 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്ന്. ഇനി ആവശ്യത്തിലധികം സമയമുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ അവനെ വലിച്ചു കീറിയെന്ന് പറഞ്ഞ് നമ്മുടെ ഗിയുവും സനമി നിൽക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ യൂഷിറോ നമ്മുടെ ടാഞ്ചറോന്റെ മേൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നുണ്ട്. ഇതിന് മാത്രം കുത്തിവെക്കണമെന്ന് നമ്മുടെ മുറാട്ട ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ മിണ്ടാതെ നിൽക്ക്, ഇവനിപ്പോ എമർജൻസി സിറ്റുവേഷനിലാന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ മുറാട്ട അവന്റെ കൈവന്ന് അവന്റെ സോഡ് ഊരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് പറ്റുന്നില്ല. അപ്പൊ തന്നെ യുഷിറ പറയുന്നുണ്ട്, അവന്റെ വില്ലോ ഫയർ കിട്ടിയിട്ടില്ല. അപ്പൊ തന്നെ നമ്മുടെ ടാഞ്ചറോയ്ക്ക് ചെറിയൊരു പൾസ് വരുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ മുറാട്ട പറയുന്നുണ്ട്, ടാഞ്ചറോ ഒന്ന് എഴുന്നേൽക്ക്, നേരം വിളിക്കാറായി, നമുക്ക് മൂസാനെ തോൽപ്പിക്കണ്ടേ, നമുക്ക് അവനെ തീർക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. മുറാട്ട കരയുന്നുണ്ട്. അവൻ രക്ഷപ്പെടാൻ പോവുകയാണ് ആ മൂസാനെ. പെട്ടെന്ന് തന്നെ ഇവരെല്ലാം ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ആ ബ്ലേഡ് ടാഞ്ചറോ മുറുക്കെ പിടിക്കുന്നുണ്ട്. ടാഞ്ചറോ പെട്ടെന്ന് പതിയെ കണ്ണ് തുറക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ബാറ്റിൽ ഫീൽഡാണ്. അവിടെ ഒരു സോൾജർ പറയുന്നുണ്ട്, നമുക്ക് പറ്റും, നമുക്ക് അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പറ്റും, നമുക്ക് മൂസാനെ കൊല്ലാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ടോമെ മൂസാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ സനമി ആ പേപ്പർ എടുത്ത് നെറ്റിൽ വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ഇനോസിക്കെ പറയുന്നുണ്ട്, എനിക്കും അതുപോലെ എൻ്റെ വാള് ചോപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ നിനക്കും അവരെ പോലെ തന്നെ സ്ട്രെങ്ത്തും സ്പീഡും ഒക്കെ വേണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് സനമി ആ പേപ്പർ വെച്ചിട്ട് മൂസാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മൂസാനെ കൈ കിട്ടുന്ന എന്ത് വെച്ച് അറ്റാക്ക് ചെയ്യാനാണ് സനമി നോക്കുന്നത്. നമ്മുടെ ഗ്യോമെ മൂസാനെ ബോഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണ്, അവൻ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ഒരു ഓർഗൻ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഒരുപാട് എണ്ണം വന്നാലോ അത് ഓരോരോ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നെപ്പോലെ ആർക്കെങ്കിലും ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നന്നായിരുന്നു എന്ന് നമ്മുടെ ഗ്യോമി പറയുന്നുണ്ട്. ഓടിച്ചിരുന്ന ഒബനായി അവൻ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പം തന്നെ ഒബനായിക്ക് മൂസാന്റെ ട്രാൻസ്പെറൻറ്റ് ബോഡി കാണാൻ പറ്റുന്നുണ്ട്. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മൂസാന്റെ ബോഡി പഴയതുപോലെ ആകുന്നുണ്ട്. അതായത് അവന്റെ കോൺസെൻട്രേഷൻ അവൻ്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. പിന്നെ അടുത്ത പാനലിൽ കാണിക്കുന്നത് നമ്മുടെ മൂസാനെ മാത്രമാണ്. അവിടെയുള്ള സോൾജർ ഇല്ല, മറഞ്ഞിരിക്കുന്ന സോൾജർ, ആ സോൾജർ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന്. പെട്ടെന്ന് നോക്കുന്നിടത്ത് എടുത്ത് തന്നെ നമ്മുടെ ഗ്യോമി അവിടെ മലന്നടിച്ച് വീണെടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്യോമയ്ക്കാണെങ്കിൽ അവൻ്റെ ഒരു കാല് വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഗിയുവും നമ്മുടെ സനമിയും നമ്മുടെ ഒബനായൊക്കെ ഓരോ ഭാഗത്ത് ചെതറി പോകുന്നുണ്ട്. നമ്മുടെ ഇനോസിക്കയ്ക്കും നമ്മുടെ സെനിറ്റ്സുവിനൊക്കെ ഒരുപാട് പരിക്ക് പറ്റുന്നുണ്ട്. അവൻ്റെ മുന്നിലാണെങ്കിൽ അവിടെ കനവ മാത്രമേ ഉള്ളൂ. കനവ പറയുന്നുണ്ട്, അതെ അത്
വളരെ വലിയൊരു അറ്റാക്ക് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. കനോവ പേടിച്ച് മൂസാനെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നുണ്ട്. അവളെ കാലുകൾക്ക് അവൾക്ക് തടയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവനെ കൊന്നാൽ മാത്രമേ ഇവിടെ സമാധാനം കിട്ടത്തുള്ളൂ. എൻ്റെ ഫാമിലി, എൻ്റെ ചേച്ചിയും ഇതാണ് ആഗ്രഹിച്ചത്, ഇവനെ കൊല്ലാൻ. ഇവനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയണമെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആ സോൾജർ ഇല്ല, അയാൾ ഓടി വരുന്നുണ്ട്. താനാണെങ്കിൽ അവനെ ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ആരോ ഡാൻസ് ഓഫ് ഫയർ ഗോഡ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ മൂസാനെ മുന്നാന്നൊക്കെ നിന്ന് കത്തുന്നു. അവൻ്റെ ഒരു കൈ വരെ പോകുന്നുണ്ട്. നമ്മുടെ കനോവനെ അവിടെ കാണുന്നില്ല. അടുത്ത സീനിൽ നമ്മുടെ കനോവനെ കാണിക്കുന്നുണ്ട്. അവൾ ടാഞ്ചറോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ടാഞ്ചറോ അവളെ ആ സോൾജറുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ടാഞ്ചറോ പറയുന്നുണ്ട്, ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. ടാഞ്ചറോയെ കണ്ടത് നമ്മുടെ മൂസാൻ പറയുന്നുണ്ട്, ഇപ്പൊ നോക്ക്, നീയാണ് ഡീമൻ, ഞാനാണ് ഡീമൻ എന്ന്. അപ്പൊ തന്നെ നമ്മുടെ മൂസാന് ടാഞ്ചറോയുടെ മേലെ യുറേജിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ തന്നെ അവൻ പറയുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത്. ഇത് കേട്ട ടാഞ്ചറോ പറയാണ്, എടാ മൂസാൻ, നമുക്ക് ഇതിനൊരു അവസാനം വേണ്ടേ? അതോടുകൂടി ഈ ചാപ്റ്റർ എൻഡ് ആവുകയാണ്.